ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17 അധ്യായങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 18ാമത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗം എന്ന അധ്യായത്തിലേക്ക് കടക്കാം. ഇത് ഭഗവത്ഗീതയിലെ അവസാനത്തെ അധ്യായമാണ്. അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയാണ് ഈ അധ്യായവും ആരംഭിക്കുന്നത്. മോക്ഷസന്യാസ യോഗം, അതിലെ ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശിനിഷൂദന. അർജുന ഉവാച. അർജുനൻ ഇപ്രകാരം ചോദിച്ചു. ഋഷികേശ മഹാബാഹോ, ഇന്ദ്രിയങ്ങളുടെ നാഥനും സർവശക്തനുമായ ഭഗവാനേ. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് നാഥനായവൻ എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങളുടെ എല്ലാം നിയന്താവ്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ നാഥനും സർവശക്തനുമായ ഭഗവാനെ. കേശി നിഷൂദന, കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവനെ. സന്യാസസ്യ, സന്യാസത്തിൻ്റെയും ത്യാഗസ്യ ച, ത്യാഗത്തിൻ്റെയും തത്വം, തത്വത്തെ പൃഥക് വേർതിരിച്ച്, വേറെ വേറെയായി, വേദിതും അറിയുവാൻ, ഇച്ഛാമി ഞാൻ ഇച്ഛിക്കുന്നു. അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട്, ഇന്ദ്രിയങ്ങളുടെ നാഥനും സർവശക്തനുമായ ഭഗവാനെ, കേശിയെ നിഗ്രഹിച്ചവനെ, സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വത്തെ വേർതിരിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്യാസത്തിനും ത്യാഗത്തിനും ഉപേക്ഷിക്കൽ അഥവാ ത്യജിക്കൽ എന്നാണ് അർത്ഥം. എന്നാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇവ രണ്ടും തമ്മിലുള്ള സൂക്ഷ്മമായ ഭേദം അറിയുവാൻ അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. വാസ്തവത്തിൽ കഴിഞ്ഞ 17 അധ്യായങ്ങളിലായി മുൻപ് വിവരിച്ച വിഷയങ്ങളുടെ ഒരു സംക്ഷിപ്തമായ അനുബന്ധമാണ് 18ാം അധ്യായം. ഭക്തിപൂർവമായ ഭഗവത് സേവനവും അതുവഴിയുള്ള ഈശ്വര സാക്ഷാത്കാരവുമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് ഭഗവാൻ ഗീതയിലെ എല്ലാ അധ്യായങ്ങളിലും ഊന്നി പറയുന്നു. അത്യന്തം രഹസ്യമായ ഗൂഢമായ ജ്ഞാനമാർഗവും അതേ ലക്ഷ്യത്തിലേക്ക് തന്നെ എന്ന് ഭഗവാൻ പറയുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ഭക്തിഭരിതമായ സേവനത്തിനാണ് പ്രാമുഖ്യം നൽകിയത്. സദാ എന്നിൽ മനസ്സുറപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ യോഗി എന്ന് ഭഗവാൻ പറയുന്നു. പിന്നീടുള്ള 6 അധ്യായങ്ങളിലൂടെ ഭക്തിയുത സേവനത്തിൻ്റെ സ്വഭാവവും പ്രവർത്തന രീതികളും വിശദീകരിച്ചു, കർമ്മമാർഗം. അതിനുശേഷമുള്ള അധ്യായങ്ങളിൽ ജ്ഞാനം, ത്യാഗം, ഭൗതികവും ആധ്യാത്മികവുമായ പ്രകൃതികളുടെ പ്രവർത്തന രീതി, ഭക്തിപൂർവമായ സേവനം ഇവയൊക്കെ വിവരിച്ചു. പരംപുരുഷനായ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായ ഓം തത് സത് എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് വേണം സകല കർമ്മങ്ങളും ചെയ്യുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 17ാം അധ്യായം അവസാനിക്കുന്നത്. ഈ 18ാം അധ്യായത്തിൽ ഈ ഉപദേശങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ത്യാഗവും ത്രിഗുണാതീതമായ അവസ്ഥയെ പ്രാപിക്കലുമാണ് ജീവിത ഉദ്ദേശ്യമെന്ന് ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടുന്നു. ഗീതയിലെ 2 വ്യത്യസ്ത വിഷയങ്ങളായ ത്യാഗം, സന്യാസം ഇവയുടെ സൂക്ഷ്മമായ പ്രത്യേകതകൾ അറിയുവാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിലൂടെ അദ്ദേഹം ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോഴും അർജുനൻ്റെ സംശയങ്ങൾ പൂർണ്ണമായും തീർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.
അഥവാ അദ്ദേഹത്തിൻ്റെ സംശയം തീർന്നെങ്കിലും അനുവാചകർക്കായി മനസ്സിലാക്കി കൊടുക്കുവാൻ വീണ്ടും അദ്ദേഹം ചോദിക്കുന്നതുമാകാം. ഇന്ദ്രിയാധിനാഥനായ ഭഗവാന് തൻ്റെ വിഹ്വലതകളെ ശമിപ്പിക്കുവാൻ കഴിയും എന്ന് അർജുനൻ കരുതുന്നു. തൻ്റെ മനസ്സിലെ ആശങ്കകളെല്ലാം കേശി എന്ന അസുരനെ നിഗ്രഹിച്ചതുപോലെ ഭഗവാൻ ഇല്ലാതെയാക്കും എന്ന് അർജുനൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് കേശി നിഗ്രഹനായ ഭഗവാനെ എന്ന് വിളിക്കുന്നത്. കേശി നിഗ്രഹൻ ആണ് കേശവൻ. കേശിയെ നിഗ്രഹിച്ചപ്പോഴാണ് ഭഗവാൻ കേശവൻ എന്ന പേര് ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഭഗവാനോട് ഈ ശ്ലോകത്തിലൂടെ അർജുനൻ ചോദിക്കുന്നത്. അതിനുള്ള മറുപടി ഭഗവാൻ അടുത്ത ശ്ലോകം മുതൽ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.